മുത്തശ്ശി ഞങ്ങൾ കൊണ്ടുപോവാ. തടയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക്. ഉണ്ടോടാ ആരെങ്കിലും? അന്ന് പറഞ്ഞത് വരുൺ ഇപ്പോഴും പറയുന്നു. ഈ കണിമംഗലം, എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഉള്ള ഈ കണിമംഗലം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. പക്ഷേ അതുവരെ എന്റെ അമ്മയുടെയോ അച്ഛന്റെയോ മുത്തശ്ശിയുടെ ദേഹത്ത് നിങ്ങളിൽ ആരുടെങ്കിലും ഒരു നിഴൽ വീണു പോയാൽ ഓർമ്മ വേണം നിങ്ങൾക്ക്. ഈ കൈ നിങ്ങളുടെ ദേഹത്ത് വീണാ പിന്നുണ്ടല്ലോ, നിങ്ങളുടെ ജീവൻ അവസാനിക്കാതെ ഞാനത് എടുക്കത്തില്ല. എന്റെ മുത്തശ്ശി കണിമംഗലം ജയഭാരതിയെ ഞാനങ്ങ് കൊണ്ടുപോവാ. എനിക്കറിയാം എന്റെ മുത്തശ്ശിയെ നോക്കാനായിട്ട്. കണിമംഗലത്തിന്റെ നാശത്തിന് ഒരേ ഒരു പേരേ ഉള്ളൂ, ചന്ദ്രശേഖരൻ. അതുകൊണ്ട് തന്നെ എന്റെ ശത്രുവിന്റെ രൂപവും കണിമംഗലത്തെ ചന്ദ്രശേഖരൻ തന്നെയാ. നമുക്ക് കാണാം. നാണോ ഇല്ലല്ലോ രണ്ടുപേർക്കും. അവൻ വന്ന് നിങ്ങളുടെ ദേഹത്ത് കൈവച്ചപ്പോ ആണുങ്ങളാണെങ്കിൽ കൊന്നിടണമായിരുന്നു. മുത്തശ്ശി, നമുക്ക് പോവാം. മുത്തശ്ശി ഇനി നമ്മുടെ കൂടെയാ. രാധികയെ പിടിക്കും. നല്ല സൂക്ഷിച്ച്. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ അമ്മയെ എങ്ങനെ നീ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും? ചന്ദ്രശേഖര, ഞാൻ ആരുടെ കൂടെ താമസിക്കണമെന്ന് നീയല്ല തീരുമാനിക്കുന്നത്. ഈ നിൽക്കുന്ന നിന്റെ ഭാര്യ എന്നെ ഇതിനകത്തിട്ട് കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ടും കണ്ണടച്ചു കൊടുക്കുന്നതല്ലാതെ ഒരു വാക്ക് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ നീ? ഉർവശി, നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതെ, ഔട്ട് ഹൗസിലേക്ക് മാറ്റിക്കിടത്തിയ കാര്യമാണെങ്കിൽ എന്നെ കുറ്റം പറയണ്ട. അമ്മയുടെ കയ്യിലെ പാടുകളൊക്കെ കണ്ടപ്പോ എന്തോ പകർച്ചവ്യാധി വന്നു എന്നാ ഞാൻ കരുതിയത്. അത് മറ്റുള്ളവർക്ക് പകരാതെ നോക്കണമല്ലോ. ചെയ്തു പോയ തെറ്റിന് വീണ്ടും വീണ്ടും ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കണ്ട. മുത്തശ്ശി ഞങ്ങൾ കൊണ്ടുപോവാ. തടയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക്. ഉണ്ടോടാ ആരെങ്കിലും? ഇത്രേ ഉള്ളൂ നിങ്ങള്. ജീവിച്ച കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ളതുകൊണ്ട് അച്ഛനും മുത്തശ്ശിയൊക്കെ നിങ്ങളുടെ മുൻപിൽ തല കുനിച്ചു നിൽക്കും. അതവരുടെ തോൽവിയായിട്ട് കാണണ്ട. കുടുംബത്തിൽ പിറന്നതിന്റെ മഹത്വ അത് തന്നെയാ നിങ്ങൾക്കില്ലാത്തതും. മുത്തശ്ശി, കൊണ്ടുപോയി നോക്കട്ടെ അവള്.
സ്വന്തം തള്ളയെ സ്നേഹിക്കാൻ കിട്ടാത്തവളല്ലേ. അവളുടെ അഹങ്കാരത്തിന്റെ ഫലമാ അവളുടെ തള്ള വേറെ എവിടെ പോയി കിടക്കുന്നത്. എടുത്തേ, എന്തായിരിക്കും എന്റെ മോളുടെയും വരുണിന്റെ അവസ്ഥ? എനിക്കവരെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും ശ്യാമേ? എല്ലാം അവസാനിച്ചു എന്ന് കരുതിയപ്പോഴല്ലേ വീണ്ടും ഇങ്ങനെ? വേറൊന്നും വേണ്ടായിരുന്നു. എനിക്കുള്ളതൊക്കെ അവക്ക് എഴുതി കൊടുത്തിട്ട് ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ട് പോവോ കൊല്ലുവോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ, ഞാൻ സങ്കടപ്പെടില്ല. ഒരിക്കൽ അവര് വന്ന് നമ്മളെ രക്ഷിച്ചതുകൊണ്ട് ഇവരിപ്പോ കൂടുതൽ തയ്യാറെടുപ്പില്ല. ഇതെവിടെ ഈ സ്ഥലമെന്ന് പോലും അറിയില്ല. നാട്ടിലാണെന്ന് ഉറപ്പില്ല. എവിടെന്ന് നമ്മൾ ഒരിക്കലും പുറത്തിറങ്ങില്ലേ എടുത്തി? ഇറങ്ങുമായിരിക്കും. അതിന് ഭഗവാൻ തന്നെ വിചാരിക്കണം. ഒരു തവണ കൂടി മോൾ എന്റെ മുമ്പിലെത്താൻ ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് വരെ, അതുവരെ എനിക്ക് ജീവിച്ചിരിക്കണായിരുന്നു എടുത്തേ. കൂടുതൽ സംസാരിക്കേണ്ട ശ്യാമേ. ഇവിടുത്തെ ചുമരിന് പോലും കാതുകളുണ്ട്. ഭഗവാനുണ്ട് എടുത്തി, എല്ലാം കാണുന്നുണ്ട്. എന്നെ എന്റെ മോളെയും ഒരിക്കലും പിരിക്കില്ല. ഞാൻ എന്റെ മോളെ കാണും എടുത്തേ. എന്തുപറ്റി? തളർന്നോ? അടുത്തൊരാറുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചുപേര് അങ്ങോട്ട് പോയപ്പോൾ കൂടെ പോയി. വിചാരിച്ച പോലെ അല്ല, നല്ല ദൂരം ഉണ്ടായിരുന്നു. ദാ വെള്ളം കുടിച്ചോ. ആ, ഒരു കണക്കിനിത് നല്ലതാ. തറവാടിന്റെ മഹത്വമില്ല, ഒരു തരത്തിലുള്ള അലങ്കാരങ്ങളുമില്ല. ഒഴുകുന്ന മനുഷ്യക്കൂട്ടങ്ങളുടെ ഇടയിൽ ഒരാളായിട്ടങ്ങനെ നടക്കുക. അതെ, മടിയിൽ കനമില്ല, തലയിലും കനമില്ല, വെറും മനുഷ്യര്.